അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പലപ്പോഴായി പല ആളുകളും ചോദിക്കാറുണ്ട്, പറയാറുണ്ട്, നമ്മുടെ പല വീഡിയോകളുടെ താഴെയും കമൻറ്റ് രേഖപ്പെടുത്താറുണ്ട്. പലരും മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഉസ്താദുമാർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും മിണ്ടാത്തത്? മദ്രസ പീഡനങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുന്നത്? അതേക്കുറിച്ച് പറയാൻ എന്തുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടുന്നില്ല? അതിനുള്ള ആർജവം നിങ്ങൾക്ക് എന്താണ് ഇല്ലാത്തത് എന്നൊക്കെ പലപ്പോഴായി പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. പല വീഡിയോകളുടെ താഴെയും ഇത്തരത്തിലുള്ള ധാരാളം കമൻറ്റുകളും കാണാൻ വേണ്ടി കഴിയും. ഇന്നും ഒരാൾ കമൻറ്റായി രേഖപ്പെടുത്തിയിരുന്നു, പലപ്പോഴായി വാർത്തകളിൽ ഉസ്താദുമാർ നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ, എന്തേ അതേക്കുറിച്ചൊന്നും നിങ്ങൾ പറയാത്തത്? സോഷ്യൽ മീഡിയയിൽ ഉസ്താദുമാരെ കുറിച്ചുള്ള ധാരാളം വാർത്തകൾ കാണാലോ, എന്തേ അതേക്കുറിച്ച് പറയാൻ ധൈര്യമില്ലാത്തത് എന്നൊക്കെ. ശരിയാണ്, പലപ്പോഴും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഉസ്താദുമാരെ കുറിച്ചുള്ള പലവിധ വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. ആ വാർത്തകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഉസ്താദ് എന്ന് കേൾക്കുമ്പോഴും മാധ്യമങ്ങൾ അത്തരം വാർത്തകളെ പൊലിപ്പിച്ച് പറയാറുണ്ട്. നമ്മൾ ആരെങ്കിലും ഈ വാർത്തകൾക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് പോയിട്ടുണ്ടോ? തീരെ അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നല്ല, പക്ഷേ വരുന്ന വാർത്തകളിൽ പലതും തെറ്റായ വാർത്തകളാണ്. ഉസ്താദുമാരെ ഇകഴ്ത്തുന്നതിന് വേണ്ടി, ദീൻ മോശമാണ്, ദീൻ പഠിപ്പിക്കുന്നവർ മോശമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ചില തൽപര കക്ഷികളും വളരെ ആസൂത്രിതമായി ഉസ്താദുമാരെ അവഹേളിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ് ഇതെല്ലാം എന്ന് വളരെ വ്യക്തമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്ത് മുഴുവൻ പാശ്ചാത്യർ ഇസ്ലാമോഫോബിയ വളർത്തി, ഇസ്ലാം ഒരു പേടിക്കേണ്ടുന്ന മതമാണ് എന്ന് പ്രചരിപ്പിച്ചു. മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാം തീവ്രവാദമാണ്, ഭീകരവാദമാണ് എന്ന് പ്രചരിപ്പിച്ചു. നമ്മുടെ രാജ്യത്ത് വരെ പലപ്പോഴും ഇസ്ലാം തീവ്രവാദമാണ്, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ പാകിസ്ഥാനിക്ക് പോകട്ടെ, മുസ്ലിമീങ്ങൾ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് വരെ നമ്മുടെ നാട്ടിലെ പല ആളുകളും പലപ്പോഴും പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ലേ? എവിടെയെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ, ഒരു സ്ഫോടനം നടന്നാൽ ആദ്യം തന്നെ മുസ്ലിമീങ്ങളെ സംശയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് വരെ എത്തിയിട്ടില്ലേ? യഥാർത്ഥത്തിൽ ലോകത്ത് നടത്തുന്ന കൊലപാതകങ്ങൾ അല്ലെങ്കിൽ അക്രമങ്ങൾ ഇതൊക്കെ മുസ്ലിമീങ്ങൾ നടത്തുന്നതാണോ? അല്ലല്ലോ. നമ്മുടെ രാജ്യത്ത് തന്നെ 3 കോടിയിലധികം ആളുകളെയാണ് ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തിയത്. ബ്രിട്ടീഷുകാരെ നമ്മുടെ നാട്ടിൽ ആരും തന്നെ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് എന്ന് പറയുന്നില്ല. 25 വർഷത്തിനിടെ പാശ്ചാത്യ ശക്തികൾ ലോകത്തുടനീളം കൊലപ്പെടുത്തിയത് 3 കോടിയിലധികം മുസ്ലിമീങ്ങളെയാണ്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. എന്നിട്ടും മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണ്. ഈ മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തുന്നവർ തീവ്രവാദം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തുന്നത് എന്നാണ് പല ആളുകളും പറയുന്നത്. ഗസയിൽ ആയിരക്കണക്കിന്, 10,000-കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയത്, പ്രസവിച്ച് 1 മാസം തികയാത്ത 500-ലധികം കുഞ്ഞുങ്ങളെ ഗസയിൽ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയൊക്കെ അടുത്ത കാലത്ത് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊലപ്പെടുത്തിയത് ഈ ഒരു പേര് പറഞ്ഞിട്ടല്ലേ? ആരും ഈ ചെയ്തികൾ ചെയ്യുന്നവരെ, ഈ ക്രൂരതകൾ ചെയ്യുന്നവരെ കുറിച്ചൊന്നും തീവ്രവാദികളെന്ന് പറയുന്നില്ല. കാരണം ആദ്യമേ ലോകത്തുടനീളം ഇസ്ലാമോഫോബിയ പടർത്തുന്നതിൽ പാശ്ചാത്യർ വിജയിച്ചു എന്നുള്ളതാണ്. അതല്ലാതെ മുസ്ലിമീങ്ങൾ ആരെയും പോയി ആക്രമിച്ചിട്ടല്ല, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ആരെയും പോയി കൊലപ്പെടുത്തിയിട്ടല്ല. നമ്മുടെ രാജ്യത്തുള്ള അവസ്ഥ തന്നെ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം. രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയത്, അങ്ങനെ തുടങ്ങി രാജ്യത്തെ പ്രധാനപ്പെട്ട ആളുകളെ കൊലപ്പെടുത്തിയത്, രാജ്യത്ത് പല ഭാഗങ്ങളിലും ഉണ്ടായ അക്രമ സംഭവങ്ങൾ, ഇതിൻ്റെയൊന്നും പിന്നിൽ മുസ്ലിമീങ്ങളല്ല. എന്നിട്ടും മുസ്ലിമീങ്ങളെ കുറിച്ച് അത്തരത്തിലൊരു ധാരണ പരത്തുന്നതിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വിജയിച്ചിട്ടുണ്ട്. കാരണം ഇസ്ലാം വളർന്നു വരുന്നൊരു മതമാണ്. 2050 ആകുമ്പോഴേക്കും ലോകത്ത് തന്നെ ഏറ്റവും വലിയ മതമായി ഇസ്ലാം മാറുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ വളർച്ചയെ തടയുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം എന്നുള്ള കാര്യം വ്യക്തവുമാണ്. ഇതിൻ്റെ തുടർച്ചയെന്നോളമാണ് ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള മുസ്ലിം പണ്ഡിതന്മാരെ, മുസ്ലിം നേതാക്കളെ തീവ്രവാദികളും ഭീകരവാദികളുമായി ചിത്രീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരെയും അല്ലെങ്കിൽ ഉസ്താദുമാരെയും മദ്രസ അധ്യാപകരെയൊക്കെ മോശമായി നമ്മുടെ നാട്ടിലെ മീഡിയകളും നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയയൊക്കെ ചിത്രീകരിക്കുന്നത്. ആദ്യമേ അങ്ങനൊരു ചിന്ത, അങ്ങനെ ഒരു മനോഭാവം നമ്മുടെ നാട്ടിലെ, നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയകൾക്കും കഴിഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഉസ്താദിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോഴേക്കും ആ ഉസ്താദല്ലേ, അത് ശരിയാണ് എന്ന് വിചാരിക്കുന്നിടത്തേക്ക്, നമ്മൾ മുസ്ലിമീങ്ങൾ തന്നെ അത് ശരിയാണ് എന്ന് വിചാരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി അതിൽ നമ്മുടെ നാട്ടിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം, സത്യം. അതല്ലാതെ നിങ്ങൾ ഈ കേൾക്കുന്ന വാർത്തകളുടെയൊക്കെ പിന്നിൽ ചെന്ന് അതിൻ്റെ യാഥാർത്ഥ്യം അന്വേഷിച്ചിട്ടുണ്ടാകും. എത്രയെത്ര വാർത്തകളാണ് പലപ്പോഴും ഉസ്താദുമാർക്കെതിരെ, ഉസ്താദുമാരെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്, സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ചത്. അവസാനം അന്വേഷണമൊക്കെ കഴിഞ്ഞ്
കോടതി സത്യം കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ പോലീസ് സത്യം കണ്ടെത്തുന്ന സമയത്ത് അതേക്കുറിച്ച് മിണ്ടാൻ ഒരു മാധ്യമവും പലപ്പോഴും ധൈര്യം കാണിക്കാറില്ല. എത്രയെത്ര സംഭവങ്ങൾ തിരുവനന്തപുരത്ത് ഒരു പെൺകുട്ടി ഹോസ്റ്റലിൽ ഒരു മത പാഠശാലയിൽ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവം. അത് മാത്രമല്ല, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ധാരാളം സംഭവങ്ങൾ. ഈ അടുത്താണ് തിരൂര് കോടതി ഒരു ഉസ്താദിനെ വെറുതെ വിട്ടത്. ആ ഉസ്താദിനെ കുറിച്ച് മാധ്യമങ്ങളിൽ വളരെ മോശമായ രീതിയിൽ വാർത്ത വന്നു. ഉസ്താദ് പഠിപ്പിക്കുന്ന കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. ആ ഉസ്താദിന്റെ മകളുടെ നിശ്ചയിച്ച വിവാഹം മുടങ്ങിപ്പോയി. ആ ഉസ്താദിന്റെ ഭാര്യ ഒരു മാനസിക രോഗിയായി മാറി. ആ ഉസ്താദ് പുറത്തിറങ്ങാൻ പറ്റാതെ വല്ലാതെ വിഷമിച്ചു. അവസാനം കോടതി കണ്ടെത്തി ഇത് ഉസ്താദിനെതിരെ ഈ പരാതി കൊടുത്ത ആള് കള്ളക്കഥ പറഞ്ഞുണ്ടാക്കിയതാണ്, ഉസ്താദിനോടുള്ള ദേഷ്യം തീർത്തതാണ് എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. ഈ അടുത്ത കാലത്ത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ. ഇവിടെ അടുത്ത് തന്നെ ഒരു ഉസ്താദിനെ ഒരു പെൺകുട്ടി അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ആ ഉസ്താദിനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്ത് ആ ഉസ്താദിനെ 3 മാസം ജയിലിലടച്ചു. പിന്നീട് ആ ഉസ്താദ് നിരപരാധിയാണ് എന്ന് പറഞ്ഞ് വെറുതെ വിട്ട സംഭവം ഈ അടുത്ത സ്ഥലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ മുസ്ലിമീങ്ങൾ പോലും ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കില്ല. കേൾക്കുമ്പോഴേക്കും ഉസ്താദ് എന്ന് കേൾക്കുമ്പോഴേക്കും അത് അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ പോലും തെറ്റിദ്ധരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട്. ഞങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കി, ഇത്തരത്തിലുള്ള കേസുകളുടെ പിന്നാമ്പുറത്തുള്ള യാഥാർത്ഥ്യങ്ങളെ കുറിച്ചൊന്ന് അന്വേഷിച്ചു നോക്ക്. എത്രയെത്ര ഉസ്താദുമാരാണ് ഇങ്ങനെയുള്ള ചില പരാതികൾ കാരണം, കള്ളക്കഥകൾ കാരണം അഭിമാനം നഷ്ടപ്പെട്ട് ഈ ഒരു ഫീൽഡിൽ നിന്നും രാജിവെച്ച് പല ജോലികളും അന്വേഷിച്ചു പോയ എത്രയെത്ര ഉസ്താദുമാരുണ്ട് നമ്മുടെ നാട്ടിൽ. നമുക്കറിയാലോ, ഓരോ മഹലിലുമുള്ള ഉസ്താദുമാരുടെ അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം. ഉസ്താദ് സുന്നിയായിരിക്കും, സുന്നിയിലെ തന്നെ ഏതെങ്കിലും ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കും. ആ ഉസ്താദിനെതിരായിരിക്കും അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ ആളുകളല്ലാത്ത മറ്റുള്ളവരെല്ലാം അദ്ദേഹത്തിനെതിരായിരിക്കും. ആ നാട്ടിലെ മറ്റു സംഘടനകൾ, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, അങ്ങനെ തുടങ്ങി എല്ലാ സംഘടനയുടെ ആളുകളും ആ ഉസ്താദിനെതിരായിരിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ഉസ്താദ് പള്ളിയിൽ നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും തിന്മകൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ തിന്മകൾ ചെയ്യുന്ന വ്യക്തികൾ അവർ ഈ ഉസ്താദിനെതിരായിരിക്കും. ഇവരെല്ലാവരും പലപ്പോഴും ഈ ഉസ്താദിനെ എങ്ങനെ അവിടെ നിന്ന് ചാടിക്കണം, അതല്ലെങ്കിൽ ഉസ്താദിന് ഒരു പണി കൊടുക്കണമെന്ന് ആലോചിക്കുന്നവരായിരിക്കും. ഇങ്ങനെയാണ് പലപ്പോഴും ഉസ്താദുമാർക്കെതിരെ പല ആരോപണങ്ങളും ഉണ്ടാവുന്നത്. അത് തന്നെയാണ് തിരൂരിലും സംഭവിച്ചത്.